നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഹർത്താൽ അനുകൂലികൾ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ബസ് തടഞ്ഞു. പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും നിതിൻ രാജിന്റെ മരണം കൊലപാതകമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഹർത്താൽ അനുകൂലികൾ. കൊടുങ്ങല്ലൂരിൽ ഹർത്താലിനെ അനുകൂലിച്ച് പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ ശവപ്പെട്ടി വഹിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക വിലാപയാത്ര. ഉഷ്ണതരംഗവും ഇഴജന്തുക്കളുടെ ശല്യവും പൊതുജനം അതീവ ജാഗ്രത പാലിക്കണമെന്ന് പാലക്കാട് DMO TB റോഷ്. അടിയന്തര ഘട്ടങ്ങളിലെ എല്ലാ പരിപാലനത്തിനും സർക്കാർ ആശുപത്രികളിൽ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും റോഷ്. സൂര്യാഘാതത്തെക്കുറിച്ചും ഇഴജന്തുക്കളുടെ ശല്യത്തെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടെന്നും DMO. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അതിരുകടന്ന പദപ്രയോഗങ്ങൾ. കയ്യാങ്കളിയുടെ വക്കോളമെത്തി. അജണ്ടയ്ക്ക് മുൻപേ ചോദ്യങ്ങൾക്ക് അവസരം വേണമെന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയുടെ വക്കിലെത്തിയത്. തൊഴിലാളികളെ അടിമകളാക്കുന്ന നയത്തിനെതിരെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും തീർക്കുന്ന തരത്തിൽ മെയ് 1 സാർവദേശീയ തൊഴിൽ ദിനം ആചരിക്കുമെന്ന് CITU ജില്ലാ സെക്രട്ടറി M. ഹംസ. ജോലി സമയം 8 മണിക്കൂറാക്കുക, അധിക ജോലിക്ക് അധിക വേതനം അനുവദിക്കുക എന്ന ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും M. ഹംസ. രാജ്യത്തെ തൊഴിലാളികളെ അടിമകൾ ആക്കുകയാണെന്നും കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് തൊഴിൽ മേഖലയിൽ അശാസ്ത്രീയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതായും CITU ജില്ലാ സെക്രട്ടറി. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഇടതുഭരണം മൂന്നാമതും കേരളത്തിൽ തുടരുന്ന സാഹചര്യമുണ്ടാകുമെന്ന് NCPS സംസ്ഥാന പ്രസിഡന്റ് തോമസ് K. തോമസ് MLA. 2021 ലഭിച്ച ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഭരിക്കാനാവശ്യമായ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും തോമസ് K. തോമസ്. NCPS പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം പാലക്കാട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടം. ശരീരഭാഗങ്ങൾ DNA പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ സമ്മതപ്രകാരം നൽകാൻ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് ശരീരഭാഗങ്ങൾ ലഭിച്ചവരുടെ ബന്ധുക്കളുമായി തൃശൂർ ജില്ലാ കളക്ടർ മീറ്റിംഗ് നടത്തി വിവരങ്ങൾ ബന്ധുക്കളെ നേരിട്ട് ബോധ്യപ്പെടുത്തി. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സ്ത്രീകൾക്കു നേരെ നിരന്തരം ലൈംഗികാക്രമണം കാണിക്കുന്ന ആളെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ഷൊർണൂർ മുണ്ടകോട്ടുകുറിശി ഉറവിങ്ങിൽ വീട്ടിൽ 43 വയസ്സുള്ള സുനീർ. വാർത്തകൾ വിശദമായി. BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഹർത്താൽ അനുകൂലികൾ ബസ് തടഞ്ഞു. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ബസ് തടഞ്ഞ ഹർത്താൽ അനുകൂലികൾ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും ആരോപിച്ചു. നിതിൻ രാജിന്റെ മരണം കൊലപാതകമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഹർത്താൽ അനുകൂലികൾ ആരോപിച്ചു. നവോത്ഥാന പുരോഗമന സിദ്ധാന്തം പറയുന്ന സർക്കാരിന് കീഴിൽ ജാതിവെറി തഴച്ചു വളരുകയാണ്. ജാതീയമായും സാമ്പത്തികമായും അടിച്ചമർത്തുന്നവർക്ക് സംരക്ഷണം സർക്കാർ തന്നെ നൽകുകയാണെന്നും സമരക്കാർ ആരോപിച്ചു. 52 ദളിത് പിന്നോക്ക സംഘടനകളാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. K. മായാണ്ടി, കാർത്തികേയൻ മംഗലം, വേലായുധൻ K. വാസുദേവൻ, P. K. രാജൻ എന്നിവർ ബസ് തടയലിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഹർത്താലിന്റെ ഭാഗമായി കൈരളി പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ ശവപ്പെട്ടി വഹിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക വിലാപയാത്ര നടത്തി. താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് K. A. രമേശൻ ഉദ്ഘാടനം ചെയ്തു. ജാതിയുടെ പേരിൽ ഒരു മകൻ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മതത്തിന്റെ പേരിൽ ജാതി അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ആ കോളേജിലെ അധ്യാപകർ ആ കുട്ടിയെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഓർത്തുകൊള്ളുക. നമ്മുടെ മക്കൾക്കാണ് ഈ ഗതി വന്നിരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം വേദനിക്കും. അതുപോലെ തന്നെ വേദനിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ മഹാരഥന്മാരായ നവോത്ഥാന നായകന്മാരായ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും
സ്വാമി വിവേകാനന്ദനുമൊക്കെ നമ്മളോട് പറഞ്ഞു വെച്ചത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതിയും മതവും ഒന്നും നമ്മൾ പ്രശ്നമാക്കേണ്ടതില്ല, നമ്മൾ ഒരേ രക്തത്തിൽ പിറന്നവരാണ്, ഒരേ മനുഷ്യരാണ്, ഒരു കൈ മെയ് മറന്നുകൊണ്ട് രാജ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് ഉദ്ഘോഷിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? സന്തോഷ് കൊടുങ്ങല്ലൂർ, കെ വി സുരേഷ്, MR സിദ്ധാർത്ഥൻ, ഗോകുൽ, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പ്രതാപൻ, രഞ്ജിത്ത്, സദൻ ചാപ്പാറ, പൊന്നൻ, ഷർമിള സുമേഷ്, മണി തേർപ്പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഉഷ്ണതരംഗവും ഇഴജന്തുക്കളുടെ ശല്യവും പൊതുജനം അതീവ ജാഗ്രത പാലിക്കണമെന്ന് DMO TV റോഷ് പറഞ്ഞു. അടിയന്തര ഘട്ടങ്ങളിലെ എല്ലാ പരിപാലനത്തിനും സർക്കാർ ആശുപത്രികളിൽ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും DMO പറഞ്ഞു. സൂര്യാഘാതത്തെക്കുറിച്ചും ഇഴജന്തുക്കളുടെ ശല്യത്തെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് ജില്ലയിൽ ഈ ഒരു മാസമായിട്ട് 318 കേസുകളാണ് ഈ ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഹീറ്റ് ക്രാംസ് വെച്ചാൽ മസിലിൻ്റെ ക്രാംസ് വരുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 9 കേസുകളും, ഈ ഹീറ്റ് അധികം ചൂട് കൂടിയോണ്ടുള്ള ക്ഷീണമായിട്ട് 13 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ താപം കൊണ്ടുണ്ടായിരുന്ന റാഷസ്, സ്കിന്നിലുണ്ടാകുന്ന റാഷസ് ഒരു 216 കേസുകളും, അതുപോലെ സിങ്കോപ്പ്, ചൂടുകൊണ്ട് ഒരു താൽക്കാലികമായിട്ട് ബോധക്ഷയം സംഭവിച്ച 6 പേരും, സൺ ബേൺസ് സൂര്യതാപം കൊണ്ട് പൊള്ളലേറ്റിട്ടുള്ള 71 കേസുകളും ഉണ്ടായിട്ടുണ്ട്. സീരിയസ് ആയിട്ട് വന്നിട്ടുള്ള 2 സ്ട്രോക്ക് കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് പെരുമാട്ടിയിൽ നിന്നാണ്, അത് പണിക്ക് പോകുന്നൊരു തെങ്ങ് കയറുന്നൊരു പയ്യനായിരുന്നു, അവനാണ് സൺബേൺസിൻ്റെ സ്ട്രോക്ക് വന്നത്. അതുപോലെ കാവശ്ശേരിയിൽ നിന്നും പൂരത്തിൻ്റെ ഇടയിൽ ഒരു സൺബേൺ ആയിട്ടുള്ളൊരു ആളുണ്ടായിരുന്നു, 55 വയസ്സായിട്ടുള്ള ആളാണ്. അദ്ദേഹം പിന്നീട് മരണപ്പെടുകയുണ്ടായി. പക്ഷെ അത് ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ് എന്നാണ് അത് നമ്മൾ അതിലൊരു കൺക്ലൂഷൻ എക്സ്പെർട്ട് കമ്മിറ്റി കൂടിയിട്ട് ഉണ്ടായിരുന്നു. ഈ കേസ് ഇത്രയാണ് നമ്മൾ ഇതുവരെ പാലക്കാട് ജില്ലയിൽ സൂര്യതാപവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള കേസുകളുടെ എണ്ണം. നമ്മൾ നല്ല രീതിയിൽ വകുപ്പ് IEC കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സഹായത്തോടുകൂടെ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കാനായിട്ട് സാധിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കേസുകളുടെ എണ്ണത്തിലൊരു കുറവ് വരുത്താനോ അല്ലെങ്കിൽ കൂടാതിരിക്കാനോ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10-10:30 ശേഷം 3 മണി വരെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് പോകാതിരിക്കുക, കുട ഉപയോഗിക്കുക, ആവശ്യത്തിൽ നല്ലോണം വെള്ളം കുടിക്കുക, പിന്നെ കോട്ടൺ ക്ലോത്ത്സ് പരമാവധി യൂസ് ചെയ്യുക, ഡാർക്കായിട്ടുള്ള ക്ലോത്തുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ പബ്ലിക്കിന് കൊടുത്തിട്ടുള്ള അവയർനെസ്. ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് ആവശ്യമില്ലാതെ തോന്നുകയാണെങ്കിൽ തന്നെയും നല്ലോണം വെള്ളം കുടിക്കുക എന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഏത് ഘട്ടത്തിലും പരിഭ്രമമില്ലാതിരിക്കുകയാണ് പ്രധാനമെന്നും ഈ വേനലിൽ ഇതുവരെ 710 പേർക്ക് പൊള്ളലുണ്ടായി, 2 പേർക്ക് സ്ട്രോക്ക് സംഭവിച്ചതാണ് പ്രധാന സംഭവം. 4500 പേർക്കാണ് പാമ്പുകളുടെ കടിയേറ്റത്. ഇതിൽ 44 പേർക്ക് ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ കടിയേറ്റു. എല്ലാവർക്കും അടിയന്തര ചികിത്സ നൽകിയിട്ടുണ്ട്. താലൂക്ക് ജില്ലാ ആശുപത്രികളിലായി 4500ഓളം ആൻറ്റി വെനം സൂക്ഷിച്ചിട്ടുണ്ട്. കരുതലുണ്ടാകുന്നതിനൊപ്പം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും റോഷ് പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അതിരുകടന്ന പദപ്രയോഗങ്ങൾ കയ്യാങ്കളിയുടെ വക്കോളമെത്തി. അജണ്ടയ്ക്ക് മുൻപേ ചോദ്യങ്ങൾക്ക് അവസരം വേണമെന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയുടെ വക്കിലെത്തിയത്. നഗരസഭയിലെ മുസ്ലിം ലീഗ് നേതാവ് PMA ജലീലാണ് അജണ്ടയിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളെ ചൊല്ലിയുള്ള ചോദ്യങ്ങൾക്ക് അവസരം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ഇത് അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി ചെയർപേഴ്സൺ അജണ്ടയുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചതോടെ ജലീൽ ഇരിപ്പിടം വിട്ടിറങ്ങി പ്രതിഷേധിച്ചു. ജീവനക്കാരി അജണ്ട വായന തുടങ്ങിയതിന് പിന്നാലെ ജലീൽ നഗരസഭാ അധ്യക്ഷയും ഉപാധ്യക്ഷനിരിക്കുന്ന ഭാഗത്തേക്ക് പ്രതിഷേധവുമായി എത്തി. ഇതോടെ വാക്കേറ്റമായി. പരസ്പരം എടോ പോടോ വിളിയും പോർവിളികളുമായതോടെ തർക്കം പലവട്ടം കയ്യാങ്കളിയുടെ വക്കിലെത്തി. ഇതിനിടെ നഗരസഭാ അധ്യക്ഷ MK ജയസുധ തന്നെ അജണ്ട വായന തുടങ്ങി. ഇതിനിടെ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട പ്രമേയത്തിന് അവതരണാനുമതി തേടി BJPയും രംഗത്തെത്തി. നഗരസഭാ അധ്യക്ഷ അജണ്ട വായിച്ചതിനൊപ്പം BJP അംഗങ്ങളായ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ X പാർവതി പ്രമേയം വായിച്ചു. അപ്പോഴും ജലീലും ഉപാധ്യക്ഷൻ രാജേഷും തമ്മിലുള്ള തർക്കം തുടരുകയായിരുന്നു. മറ്റംഗങ്ങൾ ഇടപെട്ടാണ് തർക്കം തീർത്തത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ചേലക്കരയിൽ യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ ആക്രമണത്തിലാണ് അൻസാർ അലി കൊല്ലപ്പെട്ടത്. കേസിൽ അൻസാറിന്റെ സഹോദരൻ അൻവറിനെയാണ് ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയുടെ പിൻഭാഗത്ത് മാരകമായ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ മുറിവാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരനെ അറസ്റ്റ് ചെയ്തത്. കുടുംബ വഴക്കാണ് മരണകാലത്തിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം ബന്ധുക്കളും പോലീസും മരണം കൊലപാതകമാണോ എന്ന് സംശയിച്ചിരുന്നു. അൻസാർ അലിയെ ബന്ധുക്കൾ ഉടൻ തന്നെ ചേലക്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് ചേലക്കര പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ യുവാവിന്റെ തലയിലടക്കം പുതിയ മുറിപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചു. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വയറുവേദനയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 9ാം ക്ലാസ്സുകാരി മരിച്ചു. ഈസ്റ്റ് പരുത്തിപ്പള്ളി കൊട്ടേക്കാട്ടു പറമ്പ് വീട്ടിൽ പ്രകാശൻ ലളിത ദമ്പതികളുടെ മകൾ 14 വയസ്സുള്ള അനഘയാണ് മരിച്ചത്. കോട്ടയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. വയറുവേദനയെ തുടർന്ന് 2 മാസക്കാലമായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ് വീട്ടിലെത്തി. വീണ്ടും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഈ മാസം 21-ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് വിദ്യാർത്ഥിനി മരിച്ചത്. സഹോദരൻ അക്ഷയ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം. ശരീരഭാഗങ്ങൾ DNA പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ സമ്മതപ്രകാരം നൽകാൻ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് ശരീരഭാഗങ്ങൾ ലഭിച്ചവരുടെ ബന്ധുക്കളുമായി തൃശൂർ ജില്ലാ കളക്ടർ മീറ്റിംഗ് നടത്തി വിവരങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തി. DNA പരിശോധനാ ഫലം, പോലീസ് റിപ്പോർട്ട്, ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ സമ്മതത്തോടെ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് ശരീരഭാഗങ്ങൾ ലഭിച്ചവരുടെ ബന്ധുക്കൾക്കായി ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ മീറ്റിംഗ് നടത്തി വിവരങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തി. പുതൂർക്കര അരങ്ങത്ത് വീട്ടിൽ ബാബുവിന്റെ മകൻ 27 വയസ്സുള്ള അഭിജിത്ത്, തൃശൂർ മനക്കൊടി കോളാട്ട് വീട്ടിൽ വിജയന്റെ മകൻ 35 വയസ്സുള്ള വിഷ്ണു വിനോദ്, തൃശൂർ കോട്ടപ്പാടം ദേശം പള്ളത്ത് കരുമാലി വീട്ടിൽ മോഹനന്റെ മകൻ 42 വയസ്സുള്ള ഗിരീഷ്, തൃശൂർ തെക്കുംകര ദേശം ചോരത്ത് വീട്ടിൽ അയ്യപ്പന്റെ മകൻ 50 വയസ്സുള്ള സുരേഷ് എന്നിവരുടെ ശരീരഭാഗങ്ങളാണ് DNA പരിശോധനയിലൂടെ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. കാറിലെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച കാലത്ത് കോട്ടമൈതാനം റോഡിലാണ് സംഭവം. കല്ലടിക്കോട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് കത്തി നശിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വിക്ടോറിയ കോളേജ് ഭാഗത്തു നിന്നും വന്ന കാറിന്റെ മുൻവശത്തു നിന്നും പുകയുന്നത് കണ്ട് മറ്റേ യാത്രക്കാർ കാർ തടഞ്ഞു നിർത്തുകയായിരുന്നു. ഉടൻ തന്നെ യാത്രക്കാർ പുറത്തിറങ്ങിയതോടെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. അതിവേഗം തീ ആളിപ്പറന്നതോടെ കാർ പൂർണ്ണമായും കത്തി നശിച്ചു. അന്തരീക്ഷ താപനില ഉയർന്നതാണോ ഷോർട്ട് സർക്യൂട്ടാണോ അപകട കാരണമെന്ന് വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്ത്രീകൾക്കു നേരെ നിരന്തരം ലൈംഗികാതിക്രമം കാണിക്കുന്ന ആളെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഷൊർണൂർ മുണ്ടക്കോട്ടുകുറിശി ഉറവിങ്ങൽ വീട്ടിൽ 43 വയസ്സുള്ള സുനീറാണ് പോലീസ് പിടിയിലായത്. വീടുകളിൽ ചെന്നും സ്ത്രീകൾ തനിച്ചു പോകുന്ന സ്ഥലത്തും ധരിച്ചിരിക്കുന്ന പാന്റിന്റെ സിബൂരി ലൈംഗികാക്രമം കാണിക്കുകയും പിന്നീട് ബൈക്കിൽ രക്ഷപ്പെടുകയും ചെയ്ത യുവാവിനെ കുന്നംകുളം ACPയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായരും സംഘവും അറസ്റ്റ് ചെയ്തു. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ മുണ്ടക്കോട്ടുകുറിശി ഉറവിങ്ങൽ വീട്ടിൽ സുനീർ എന്ന 43-കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റ് വിവിധ സ്ഥലങ്ങളിൽ വീടുകളിലെത്തി സ്ഥലം കൊടുക്കാനുണ്ടോ എന്ന് അന്വേഷിച്ചെത്തുകയും വീട്ടിൽ സ്ത്രീകൾ തനിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ ഇദ്ദേഹം പാന്റിന്റെ സിബൂരി ലൈംഗികാക്രമം കാണിക്കുന്ന രീതിയാണ് ഇദ്ദേഹത്തിനുള്ളത്. സമാന രീതിയിൽ സ്ത്രീകൾ റോഡിലൂടെ തനിച്ച് ആളില്ലാത്ത സ്ഥലത്ത് കൂടെ പോകുമ്പോൾ സമാന രീതിയിൽ കാണിക്കുകയും സ്ത്രീകൾ ബഹളം വെച്ചാൽ ബൈക്കെടുത്ത് രക്ഷപ്പെടുന്നതുമാണ് പതിവ്. നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് ചെറുതുരുത്തി SI ജസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ കോഡ് തന്നെ പ്രതിയെ പിടികൂടാനായി നിയമിച്ചിരുന്നു. CCTVയും മറ്റും നോക്കിയാണ് പ്രതിയിലേക്ക് എത്തിയത്. അഡീഷണൽ SI സതീഷ് കുമാർ, പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ, ലിജോ വാഴപ്പള്ളി, പ്രിൻസ്, ഉഷ, സെബാസ്റ്റ്യൻ തുടങ്ങിയവരും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഇടതുഭരണം മൂന്നാമതും കേരളത്തിൽ തുടരുന്ന സാഹചര്യമുണ്ടാകുമെന്ന് NCPS സംസ്ഥാന പ്രസിഡന്റ് തോമസ് K. തോമസ് MLA പറഞ്ഞു. 2021 ലഭിച്ച ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഭരിക്കാൻ ആവശ്യമായ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. NCPS പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. ശരിക്കും പല നിയമങ്ങളാണ്. ഇപ്പം കുട്ടനാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിയമം എന്ന് പറയുന്നത് തണ്ണീർത്തട സംരക്ഷണ നിയമമാണ്. വലിയ പ്രയാസമാണ്. അപ്പോൾ ഒരു വാട്ടർ ടാങ്ക് അല്ലെന്നുണ്ടെങ്കിൽ ഓവർഹെഡ് ടാങ്ക് പണിയണമെങ്കിൽ അത് ഇരിക്കുന്ന സ്ഥലം തണ്ണീർത്തടമാണ്. അപ്പോഴത്തേക്ക് അവിടുത്തെ വില്ലേജ് ഓഫീസർ എഴുതിയോരും ഇത് തണ്ണീർത്തടമാണ്, അതുകൊണ്ട് പണിയാനൊക്കത്തില്ല. വില്ലേജ് ഓഫീസർ എഴുതേണ്ട താമസം LR തഹസിൽദാർ, ലാൻഡ് റവന്യൂ തഹസിൽദാർ, ലാൻഡ് റെക്കോർഡ് തഹസിൽദാർ ആ സ്പോട്ടിൽ എഴുതും. കറക്റ്റാണ് വില്ലേജ് ഓഫീസർ എഴുതിയത്. കാരണം നോക്കിയിരിക്കുക, കാരണം ബുദ്ധിമുട്ടുണ്ടല്ലോ. നീ എഴുതി വിട്ടു കഴിഞ്ഞാൽ പിന്നെ പണി അവിടെ നടക്കത്തില്ല.
കാരണം പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ സർവേ നടത്തണം, അതിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, ഇതിന് പുറകെ അവർ വരണം. ഇതാകുമ്പോൾ വളരെ ഈസിയാണ്, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു റോഡ് അതിൻ്റെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇർഷിത റോയ് എന്ന് പറയുന്ന ഒരു മാഡം IAS കാരിയാണ്, ഒരു ബംഗാളി. അവർ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ജലഗമന നിർഗമന മാർഗത്തിന് തടസ്സം. ഞാൻ പറഞ്ഞു മാഡം ആക്ച്വലി ഐ ഡോണ്ട് നോ ദിസ് മലയാളം, ഹൗ യു നോ ദാറ്റ്? ഐ നോ ബെറ്റർ ദാൻ യു മലയാളം. പിന്നെ അവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഒഴുക്കിന് പ്രയാസം തടസ്സപ്പെടുന്നതൊക്കെ മലയാളത്തിൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ജലഗമന നിർഗമന മാർഗത്തിന് തടസ്സം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള മലയാളം വായിച്ചിട്ടില്ല, എനിക്കിതിനെക്കുറിച്ച് അറിയത്തുമില്ല. അപ്പോൾ അവർ ആ രീതിയിൽ എഴുതുന്നു. അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമോ അതെല്ലാം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഭാഗത്ത്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള. ഇതിനെ അതിജീവിക്കണമെങ്കിൽ അത് പ്രിയങ്കരനായ മുഖ്യമന്ത്രി, അതുപോലെ പിന്നെ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും, കൃഷിമന്ത്രി നമ്മുടെ പ്രിയങ്കരനായ പ്രസാദും, റവന്യൂ മിനിസ്റ്റർ കെ രാജനും ഉൾപ്പെടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനൊന്ന് ഓവർകം ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോന്ന് മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. അപ്പോൾ എനിക്ക് ശരിക്കും അവിടുന്ന് മാറാൻ മേലാത്തൊരവസ്ഥയിൽ നിന്ന് എത്ര പേരോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഓരോ ദിവസവും ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പറ്റുന്നില്ല. ഓരോ ഫയലും മാറ്റിയിട്ട് അതിൻ്റെ പുറകെ പോകും. അപ്പോൾ അങ്ങനെ C ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് D ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഫയൽ പോകും, അല്ലെങ്കിൽ D ചെന്നിട്ട് C അയക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഞാൻ ചെന്നു, സാറേ അത് അയച്ചോ, വിട്ടു സാർ, വിട്ടു. ജില്ലാ പ്രസിഡന്റ് A. രാമസ്വാമി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P. K. രാജൻ മാസ്റ്റർ, ജനറൽ സെക്രട്ടറിമാരായ T. N. ശിവശങ്കരൻ, P. A. റസാഖ് മൗലവി, സംസ്ഥാന സെക്രട്ടറിമാരായ C. A. സലോമി, ഷെനിൻ മന്ദിരാട്, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ കാപ്പിൽ സൈദർവി, P. അബ്ദുൾ റഹ്മാൻ, A. ഷൗക്കത്ത് അലി, ജില്ലാ വൈസ് പ്രസിഡന്റ് P. മൊയ്തീൻകുട്ടി, ജില്ലാ ട്രഷറർ M. N. സൈഫുദ്ദീൻ, കിച്ലു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പൊള്ളാച്ചിക്കടുത്ത് വാൽപ്പാറയിലുണ്ടായ ദുരന്തത്തിലും തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് വെടിക്കോപ്പ് ശാല അപകടത്തിലും മരണപ്പെട്ടവർക്ക് യോഗം ആദരാഞ്ജലികൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൊഴിലാളികളെ അടിമകളാക്കുന്ന നയത്തിനെതിരെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും തീർക്കുന്ന തരത്തിൽ മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനം ആചരിക്കുമെന്ന് CITU ജില്ലാ സെക്രട്ടറി M. ഹംസ പറഞ്ഞു. ജോലി സമയം 8 മണിക്കൂറാക്കുക, അധിക ജോലിക്ക് അധിക വേതനം അനുവദിക്കുക എന്നീ ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും ഹംസ പറഞ്ഞു. ടെക്നോളജി വികസിച്ചതോടെ തൊഴിൽ സമയം കുറയ്ക്കുകയും വേതനം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട സാഹചര്യമാണെങ്കിലും രാജ്യത്ത് തൊഴിലാളികളെ അടിമകളാക്കുകയാണ് കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ തൊഴിൽ മേഖലയിൽ അശാസ്ത്രീയമായ നിയമങ്ങളാണ് നടപ്പിലാക്കുന്നത്. 13 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട തൊഴിലിടങ്ങളിൽ വേതനം കൃത്യമായി നൽകുന്നില്ല. മിനിമം 26,000 രൂപയാക്കണമെന്നതാണ് CITUവിന്റെ ആവശ്യം. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ചിട്ടേയില്ല. തൊഴിലാളികൾ നിരവധിയായിട്ടുള്ള ഡിമാൻഡുകൾ മുതലാളിമാരുടെ മുമ്പിൽ, വ്യവസായ മുതലാളിമാരുടെ മുമ്പിൽ, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. 10 വർഷക്കാലം അതിന് ചർച്ചകൾ ചെയ്യാനായിട്ടില്ല. സഹനശേഷി നഷ്ടപ്പെട്ട തൊഴിലാളികൾ അവർ സ്വയം സമരമുഖത്തുള്ളതാണ് കാണുന്നത്. ആ സമരത്തിന് CITU ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ അവർക്കെല്ലാം നന്മകളും കൊടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസമല്ല, അവരുടെ സമരം വിജയിപ്പിക്കാൻ പിന്തുണ നൽകുന്ന ഒരു പുതിയ കാലമാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. 8 മണിക്കൂർ ജോലിക്ക് പകരം 12 മണിക്കൂറും 13 മണിക്കൂറും ജോലിയാക്കി മോഡി സർക്കാർ ഇന്ത്യയിലെ തൊഴിലാളികളോട് പണിയെടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലോകത്തിലെ തൊഴിലാളി വർഗം നിന്ന് ആവശ്യപ്പെടുന്നത് ടെക്നോളജി ഡെവലപ്മെന്റ്, ലോകത്തിലെ മനുഷ്യർക്കെല്ലാം ആവശ്യമായതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കഴിവും ശേഷിയും ടെക്നോളജിയുടെ പിന്തുണയോടുകൂടി തൊഴിലാളി വർഗത്തിനുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ 5 ദിവസം പണിയെടുത്താൽ മതി, ഒരു ദിവസം 7 മണിക്കൂർ പണിയെടുത്താൽ മതി. പുതിയ ആളുകൾക്ക് തൊഴിലവസരം കിട്ടും. അതിനാവശ്യമായിട്ടുള്ളൊരു നിയമനിർമ്മാണമാണ് ലോകത്തെമ്പാടും ഉണ്ടാകേണ്ടത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോകത്തിലെ തൊഴിലാളികൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. മെയ് ദിനത്തോടനുബന്ധിച്ച് CITU മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ പ്രകടനവും പൊതുയോഗവും എന്നിവ നടക്കും. പാലക്കാട് പൊതുയോഗത്തിൽ CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീം പങ്കെടുക്കും. തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ CITU ചെറുത്തു തോൽപ്പിക്കുമെന്നും M. ഹംസ പറഞ്ഞു. CITU ഭാരവാഹികളായ SP രാജു, TK നൌഷാദ്, TK അച്യുതൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വരവോട് ചുരങ്ങാട് റോഡിൽ കൃഷിസ്ഥലത്തും കൃഷിസ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന പറമ്പിലും ബാത്റൂം മാലിന്യം നിരന്തരം ടാങ്കറുകളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് പതിവാകുന്നു.
ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ ലഭ്യമാക്കണമെന്ന് ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ മുഹമ്മദ് അലി നാലകത്ത് ആവശ്യപ്പെട്ടു. ഇത്തരം പ്രവൃത്തികൾ മൂലം പരിസരവാസികൾക്ക് അസഹ്യമായ ദുർഗന്ധവും പകർച്ചവ്യാധി പോലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കാനും പരിസരങ്ങളിലെ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ മാലിന്യം കലർന്നു കിടക്കുന്ന സാഹചര്യം ഉണ്ടാവാനും കാരണമാകുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ ലഭിക്കാനാവശ്യമായ നടപടി കൈക്കൊള്ളണമെന്ന് കൗൺസിലർ മുഹമ്മദ് അലി നാലകത്ത് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അസഹ്യമായ ചൂട്, അർദ്ധരാത്രിയിൽ മുന്നറിയിപ്പില്ലാത്ത പവർ കട്ടും പ്രതിഷേധവുമായി പെരിങ്ങോട്ടുകുറിശി KSEB ഓഫീസ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ദിവസവും രാത്രി 15 തവണയെങ്കിലും കറണ്ട് പോകുന്നതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. കൃത്യമായിട്ട് മുൻകൂട്ടി അറിയാൻ ഈ മെസ്സേജുകൾ ഓപ്പറേറ്റർമാർക്ക് വ്യക്തമായി അറിയും. ഓപ്പറേറ്റർമാർക്കും അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും നമ്മുടെ സബ് എഞ്ചിനീയർ വ്യക്തത അറിയും. അറിയാത്ത മുട്ടൊന്നുമില്ല. മെസ്സേജ് കൊടുക്കും. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബു താഹിർ, ബ്ലോക്ക് കമ്മിറ്റി അംഗം അർജുൻ എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അഖിൽ, KK ഹാഷിം, റിൻഷാദ്, സുഹൈൽ, ഷിബു, മണികണ്ഠൻ, ഷംനാസ് എന്നിവർ പങ്കെടുത്തു. ദിവസവും രാത്രി ചുരുങ്ങിയത് 15 തവണയെങ്കിലും വൈദ്യുതി തടസ്സപ്പെടുന്നുണ്ടെന്നും ഇത് ഭൂരിഭാഗം കുടുംബങ്ങളെയും ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അറിയിപ്പ് പോലും നൽകാതെ ജനങ്ങളെ ഇരുട്ടിലാക്കുന്ന KSEBയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ചേലക്കരയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. KSEB ഓഫീസിന് മെഴുകുതിരി നൽകിയാണ് പ്രതിഷേധിച്ചത്. അപ്രഖ്യാപിത പവർ കട്ടിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരുത റോഡ് KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP മരുത റോഡ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത് ഇനിയും ഈ പവർ കട്ട് രൂക്ഷമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിലധികമായി ഒരുപാട് ആളുകളെ ഞങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ സ്ത്രീകളെ അടക്കം അണിനിരത്തിക്കൊണ്ട് വലിയൊരു പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അജയ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ്, സെക്രട്ടറി വിനീഷ്, കൊഴുമ്പ് പഞ്ചായത്ത് അംഗം ദീപക് എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് നടത്തുന്ന കിണർ CPIM ഈസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. ഒരു ആഴ്ചയായി കിണറ്റിൽ വെള്ളമില്ലാതെ പമ്പിംഗ് നടത്താനാകാത്ത സാഹചര്യമായിരുന്നു. 100ഓളം കുടുംബങ്ങൾ ഈ കിണറ്റിലെ കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. പമ്പിംഗ് ചെയ്യാൻ വെള്ളമില്ലാതെ ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ കിഴക്കേ തോട്ടിൽ നേരത്തെ ചാൽക്കീറി കിണറിനു സമീപം വെള്ളത്തിലെത്തിച്ചിരുന്നു. വെള്ളം ലഭ്യമാകാത്തതിനെ തുടർന്നാണ് കിണർ വൃത്തിയാക്കിയത്. ഒറ്റപ്പാലം നഗരസഭയിലെ കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് നടത്തുന്ന കിണർ വർഷങ്ങളായി വൃത്തിയാക്കിയിട്ട് കിണറിൽ നിറയെ ചെളി മൂടിയ നിലയിലായിരുന്നു. ചെളി നീക്കം ചെയ്തതോടെ കിണറിൽ ആവശ്യത്തിന് വെള്ളം ലഭിച്ചതായി നഗരസഭാ കൗൺസിലർ സുനീറ മുജീബ് പറഞ്ഞു. നഗരസഭയുടെ കീഴിലുള്ള കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതിയുടെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 200 മീറ്റർ JCB ചാല് കയറി വെള്ളം എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെങ്കിലും കിണറിനുള്ളിൽ ചെളി നിറഞ്ഞതിനെ തുടർന്ന് ശുചീകരിക്കുന്ന പ്രവർത്തനം നാട്ടുകാരും അതുപോലെ തന്നെ CPM ഈസ്റ്റ് ബ്രാഞ്ചും ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പ്രവൃത്തിയിൽ പണിക്കാർക്ക് പുറമെ പൊതുജനങ്ങൾ തന്നെയാണ് നേരിട്ടിറങ്ങിയ എന്ന സവിശേഷതയാണ് നമ്മുടെ ഈ കാര്യത്തിലുള്ളത്. നമ്മുടെ ഇന്നലെ കുറച്ച് കുടിവെള്ളം എത്തിച്ചുവെങ്കിലും കാര്യം ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശാശ്വത പരിഹാരം നമുക്ക് ഈ ഒരു കുടിവെള്ളം തന്നെയാണുള്ളത്. ഒരു ആഴ്ചയായി കിണറ്റിൽ വെള്ളമില്ലാതെ പമ്പിംഗ് നടത്താനാകാതെ ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട് ഈ പദ്ധതിയെ ആശ്രയിച്ച് 100ഓളം കുടുംബങ്ങളാണുള്ളത്. കുന്നിൻ മുകളിലെ പ്രദേശമായതിനാൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭിക്കാറില്ല. ഏക ആശ്രയം നിലച്ചതിലെ ജനങ്ങൾ തന്നെ മുന്നോട്ടിറങ്ങി JCB ഉപയോഗിച്ച് കിഴക്കേ തോട്ടിൽ ചാൽക്കീറി കിണറിനടുത്തേക്ക് വെള്ളം എത്തിക്കുകയും കിണർ വൃത്തിയാക്കുകയും ചെയ്തത്. തോട്ടിൽ വെള്ളം സംഭരിച്ചു നിർത്താൻ സ്ഥിതിയുള്ള തടയണ അടുത്തു തന്നെ വരുമെന്നും പദ്ധതി പൂർത്തിയാകുന്നതോടെ കോലോത്തുകുന്ന് നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. പഴയ 9-ാം വാർഡ് ഇപ്പോൾ 10-ാം വാർഡായി. ഏതാണ്ട് ഒരു 14 വർഷം മുമ്പാണ് ഇവിടെ മുൻ കൗൺസിലർ ഉണ്ടായിരുന്നു. ആ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം കിട്ടാത്ത വിഷയങ്ങൾ പറയുമ്പോൾ വെള്ളം ഇവിടുന്ന് കൊണ്ടുവരും എന്ന രീതിയിൽ സംസാരിച്ചു. അതിനുശേഷമാണ് ഈ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി 9-ാം വാർഡ് നിന്ന് ആദ്യമായി സുനീറ മുജീബ് CPMന്റെ LC മെമ്പറും മഹിളാ അസോസിയേഷൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള സുനീറ മുജീബ് ഇവിടെ മത്സരിക്കുകയും
അതിൻ്റെ ഭാഗമായി മത്സരം ജയിച്ചതിൻ്റെ ഭാഗമായി ഇവിടെ വെള്ളം കൊണ്ടുവരാനുള്ള ആദ്യത്തെ പരിപാടി അതായിരുന്നു. കാരണം 100 കുടുംബങ്ങൾ ഈ ഭാഗത്തുണ്ട്. വെള്ളം കിട്ടാതെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഇങ്ങോട്ട് കയറാൻ പ്രയാസമുണ്ടായിരുന്നു. ഇപ്പോഴും പരിമിതമാണ് വെള്ളം കയറുന്നത്. ഈ കിണർ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകൾ ആശ്രയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വെള്ളം ഇപ്പോൾ കിട്ടുന്നത് ഇത് ഈ കിണറുമായി ഒറ്റപ്പാലം MLA ആയിട്ടുണ്ടായിരുന്ന അംസയുടെ പദ്ധതിയിലാണ് നമ്മൾ ഈ കിണർ കുടിക്കുന്നത്. അന്ന് 25 ലക്ഷം മുടക്കിക്കൊണ്ടാണ് ഇവിടെ വഴി കിണർ കുടിക്കാൻ വേണ്ടി ആലോചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ ശുചിത്വ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി വാർഡുതല സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രമാമുരളി, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുഭാഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്മിത്ത് നന്ദിയും പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലത, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രമ്യ എന്നിവർ വിഷയാവതരണം നടത്തി. കൂടാതെ 4 ആരോഗ്യ ഉപകേന്ദ്രങ്ങൾക്ക് കമ്പ്യൂട്ടർ വിതരണവും പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ വിതരണവും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ കണ്ണട വിതരണവും നടത്തുകയുണ്ടായി. പ്രസ്തുത പരിപാടിയിൽ ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാപ്രവർത്തകർ, ആരോഗ്യ സേനാംഗങ്ങൾ, അധ്യാപക, വിദ്യാർത്ഥികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോറിൽ പാഠപുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട കുടുംബശ്രീയുടെ പ്രവർത്തനം ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് നഗരസഭാ CDS ചെയർപേഴ്സൺ P. ജിഷ പറഞ്ഞു. സർക്കാർ നിർദ്ദേശമനുസരിച്ച് പാഠപുസ്തകങ്ങളുടെ വിതരണ ചുമതല ഏറെ ഉത്തരവാദിത്തോടുകൂടിയാണ് നടപ്പാക്കി വരുന്നതെന്നും ജിഷ STVയോട് പറഞ്ഞു. ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്സ് സ്റ്റോറിൽ പാഠപുസ്തകങ്ങളുടെ വിതരണ ചുമതല സർക്കാർ ഷൊർണൂരിലെ കുടുംബശ്രീയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 6 വർഷമായി കുടുംബശ്രീ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു വരുന്നു. കുടുംബശ്രീയുടെ ഈ പ്രവർത്തനത്തിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് നഗരസഭാ CDS ചെയർപേഴ്സൺ P. ജിഷ പറഞ്ഞു. പാഠപുസ്തകങ്ങളുടെ വിതരണം ഏറെ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് അവർ നടപ്പാക്കി വരുന്നതെന്നും P. ജിഷ STVയോട് പറഞ്ഞു. ഷൊർണൂർ കുടുംബശ്രീയിലെ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ് ഷൊർണൂർ ബുക്ക് ഡിപ്പോയിൽ നാളിതുവരെ 6 വർഷക്കാലമായി ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സ്കൂളുകളിലേക്കെല്ലാം ബുക്കുകളെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മുടെ കുടുംബശ്രീ വനിതകൾ ആ ബുക്കുകൾ വിതരണം ചെയ്യുന്നത്, എത്തിച്ചു കൊടുക്കുന്നതും. വളരെ സന്തോഷവും അഭിമാനവുമായ നിമിഷമാണ്. ഈ കാലയളവിലും അവർ തുടർച്ചയായി ആ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് നല്ല വിജയത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ നേതൃത്വവും അതുപോലെ തന്നെ മേൽനോട്ടവും എല്ലാം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തന്നെ നിർവഹിച്ചു വരുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ 240ഓളം സൊസൈറ്റികളേക്കുള്ള പാഠപുസ്തകങ്ങളാണ് ഈ സെന്ററിൽ നിന്നും വിതരണം ചെയ്യുന്നത്. 18ഓളം കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു വരുന്നത്. ബുക്കുകളുടെ വിതരണം വളരെ കാര്യക്ഷമമായി വിജയകരമായി പൂർത്തിയാക്കുമെന്നും CDS ചെയർപേഴ്സൺ വ്യക്തമാക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ടീം ഇന്ത്യ ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റ് മത്സരത്തിൽ പാലക്കാട് ഏരിയയ്ക്ക് ചാമ്പ്യൻ പട്ടം. പാലക്കാട് ജൂഗോ അരീന ഗാസ സ്ക്വയറിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ കൊപ്പം ഏരിയ ടീമിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് പാലക്കാട് ഏരിയ ചാമ്പ്യൻ പട്ടം നേടിയത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ടീം ഇന്ത്യ ജില്ലാ രക്ഷാധികാരി കളത്തിൽ ഫാറൂഖ് നിർവഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ അബ്ദുൾ ഹക്കീം വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. കൊപ്പം ടീം ഇന്ത്യ കീപ്പർ ഹാദിം മികച്ച ഗോളിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബെസ്റ്റ് പ്ലെയർ ട്രോഫി പാലക്കാട് ഏരിയയിലെ ജാസിം നേടി. കൊപ്പം ഏരിയയിലെ ഹസൻ ജാസിഫ് ഫണ്ടുന്തറ ടോപ്പ് സ്കോററായി തെരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ ഏരിയ തല മത്സരങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 16 ടീമുകളാണ് ജില്ലാ ടൂർണമെന്റിൽ മാറ്റുരച്ചത്. സമാപന ചടങ്ങിൽ ടീം ഇന്ത്യ ജില്ലാ കോർഡിനേറ്റർ സലീം മുണ്ടൂർ, സംസ്ഥാന കമ്മിറ്റി അംഗം ഹാഫിസ് നെന്മാറ, ഹാരിസ് മൗലവി, അബ്ദുൾ സലാം മേപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ടൂർണമെന്റ് മാനേജർ മുബഷീർ സർഖി, ജനറൽ കൺവീനർ മുഹമ്മദ് റിയാസ്, ഫൈസൽ, അമീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അമേരിക്കയിൽ മുട്ടിട്ട പ്രണയത്തിന് കൊടുങ്ങല്ലൂരിൽ മംഗല്യ സാഫല്യം. അമേരിക്കൻ വാഷിംഗ്ടൺ DC-യിൽ ഇന്റേണൽ മെഡിസിൻ ഡോക്ടറായ കാമറൂൺ വംശജ ക്യാമിയും അവിടെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറായ ശ്രാവൺ ശ്രീകുമാറും തമ്മിലുള്ള വിവാഹത്തിന് ചരിത്രഭൂമിയായ കൊടുങ്ങല്ലൂർ വേദിയായി. കഴിഞ്ഞ 5 വർഷമായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വൈസ് പ്രസിഡന്റായിരുന്ന കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശി ശ്രീകുമാറിന്റെയും LNT IT വിംഗ് ഡെലിവറി
ഹെഡ് ഇൻ യൂറോപ്പായി പ്രവർത്തിക്കുന്ന തമിഴ്നാട് സ്വദേശിനി സുഭാഷിണിയുടെയും മകനാണ് ശ്രാവൺ. മുംബൈ നെരൂരിൽ സ്ഥിരതാമസമാക്കിയ ശ്രാവണിന്റെ കുടുംബം മകന്റെ വിവാഹം സ്വന്തം നാട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി മെഹന്തിയും ഹൽദിയും ഒക്കെയായി കൊടുങ്ങല്ലൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ വിവിധ ചടങ്ങുകൾ നടന്നു. കൊടുങ്ങല്ലൂർ KB's ദർബാർ ഹാളിൽ നടന്ന താലികെട്ട് കേരളത്തിന് പുറമെ തമിഴ്നാട്, മഹാരാഷ്ട്ര, അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് നടന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊടുംചൂടിൽ പാമ്പിന്റെ ശല്യം ഏറെ രൂക്ഷമായതോടെ സ്നേക്ക് റെസ്ക്യൂവർ വിജയന് തിരക്കോട് തിരക്ക്. സാമൂഹ്യ സേവന രംഗത്ത് നിറസാന്നിധ്യമായ പത്തിരിപ്പാല നഗരിപ്പുറം സ്വദേശി വിജയനാണ് ജനസേവനവുമായി രാപ്പകലില്ലാതെ ഓടി നടക്കുന്നത്. ജീവൻ പോലും പണയം വെച്ചാണ് എല്ലാ സേവന രംഗത്തും വിജയൻ മുന്നിൽ നിൽക്കുന്നത്. പാമ്പ് പിടുത്തത്തിന് പുറമെ ഫയർ ആൻഡ് സെക്യൂരിറ്റി, സിവിൽ ഡിഫൻസ്, വനം വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, ഒറ്റപ്പാലം കോടതി, എമർജൻസി ടീം, ഇവിടെയെല്ലാം തന്നെ വിജയന്റെ സേവനം റെഡി. കൂടാതെ ശബരിമല ഡ്യൂട്ടി, മുണ്ടക്കയം ദുരന്തം, തൃശൂർ പൂരം, ഇലക്ഷൻ ഇവയെല്ലാം തന്നെ സർക്കാരിന്റെ അംഗീകാരമുള്ള ജനസേവകനായി വിജയൻ എന്ന 59കാരൻ മുന്നിലുണ്ടായിരുന്നു. വയനാട് ചുരൽമല ദുരന്തത്തിലും വിജയൻ ഓടിയെത്തി. എല്ലാ മേഖലകളിലും സജീവ സാന്നിധ്യമാണ് വിജയൻ. ഏതു സംഭവം ഉണ്ടായാലും ആദ്യം വിളി വരുന്നത് സിവിൽ ഡിഫൻസ് വിജയനെയാണ്. ഉടൻ തന്നെ വിജയൻ ബന്ധപ്പെട്ടവരെ അറിയിക്കും. വിജയനെ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ വിജയൻ ചെയ്യും. പ്രവാസി കൂടിയായിരുന്ന വിജയൻ ഗൾഫിൽ ജോലി നിർത്തി നാട്ടിലെത്തിയ ശേഷം ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് തുടങ്ങി. ഇതിനിടെ പാമ്പിനോടുള്ള കൂടുതൽ സ്നേഹം തോന്നി തുടങ്ങി. തുടർന്നാണ് പാമ്പ് പിടുത്തത്തോടെ കൂടുതൽ ആകർഷിച്ചത്. വനം വകുപ്പിന്റെ നിർദ്ദേശത്തോടെ മാസങ്ങളോളം പരിശീലനവും നേടി. പാമ്പ് പിടിക്കാനുള്ള ലൈസൻസും സമ്പാദിച്ചു. പിടിച്ച പാമ്പുകളെ വനം വകുപ്പിന് കൈമാറും. ജനസേവന രംഗത്ത് പാമ്പ് പിടുത്തത്തിലും കൂടുതൽ സജീവമായതോടെ വർക്ക്ഷോപ്പ് ഒഴിയേണ്ടി വന്നു. ഇത്രയേറെ തിരക്കിനിടയിലും 2 വർഷം കൊണ്ട് മൂർഖൻ പാമ്പടക്കം ചെറുതും വലുതുമായ 200-ലേറെ പാമ്പുകളെ പിടിച്ചതായി വിജയൻ പറയുന്നു. 25 വർഷം പ്രവാസിയായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്ന് പല മേഖലയിലും ജോലി ചെയ്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാനും വേണ്ടിയിട്ടും ജനങ്ങളുടെ ജീവനും അപായമില്ലാത്ത രീതിയിൽ സ്നേക്ക് റെസ്ക്യൂറായിട്ട് 2 വർഷമായിട്ട് ലൈസൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 200-ൽ പരം പാമ്പുകളെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ആപത്ത് ഘട്ടങ്ങളിലും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറായിട്ടുണ്ട്. ഏത് സമയത്തും കോള് വന്ന് പറഞ്ഞാൽ ആ വെളിപ്പുറത്ത് ഞാൻ പോയി പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. മലമ്പാമ്പ്, വെള്ളിക്കെട്ടൻ, അണലി, ഉഗ്രവിഷമുള്ള പല പാമ്പുകളെയും റെസ്ക്യൂ ചെയ്തിട്ട് ഫോറസ്റ്റിനെ ഏൽപ്പിക്കാറാണ് പതിവ്. പല കോളുകളും എനിക്ക് നാട്ടിൻപുറത്തുനിന്നും മെമ്പർമാരുടെയും അധ്യാപകരുടെയും ഭാഗമായി കോളുകൾ വരാറുണ്ട്. അത് ആ സ്പോട്ടിൽ തന്നെ പോയി റെസ്ക്യൂ ചെയ്ത് ജനവാസ മേഖലകളിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വനം മേഖലകളിലും അതിനെ ആവാസത്തിൽ വിട്ടയക്കാറാണ് ചെയ്യുന്നത്. വലിയ വലിയ പാമ്പുകളെയും മൂർഖനെയും അണലിയെയും നമ്മൾ ഫോറസ്റ്റിലാണ് ഏൽപ്പിക്കാറുള്ളത്. ഫോറസ്റ്റിൻ്റെ എല്ലാ സപ്പോർട്ടും എനിക്ക് തരാറുണ്ട്. ഏത് വെളിപ്പുറത്തും വന്നാലും ഞാൻ റെസ്ക്യൂ ചെയ്ത് പോകാറുണ്ട്. പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ കോളുകൾ വരാറുണ്ട്. അല്പം വിഷമമുണ്ടെങ്കിലും ഭാര്യ രാധികാദേവി വിജയന്റെ സേവനപാതയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി വരുന്നുണ്ട്. വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ സ്നേക്ക് റെസ്ക്യൂവർമാരുടെ ടെലിഫോൺ നമ്പറുകൾ ലഭ്യമാണെന്നും വിജയൻ പറഞ്ഞു. പാമ്പിനെ കണ്ടാൽ ഭയപ്പെടരുത്. പാമ്പിനെ നിരീക്ഷിക്കുകയും അടുത്തുള്ള സ്നേക്സ് റെസ്ക്യൂവറെ അറിയിക്കുകയും ചെയ്യണം. പാമ്പൊരിക്കലും ഓടിവന്ന് കടിക്കുന്നതല്ലെന്നും അവയെ ചവിട്ടിയാൽ മാത്രമേ കടിക്കൂവെന്നും വിജയൻ പറയുന്നു. പാമ്പിനെ കണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പാമ്പ് ഒരിക്കലും നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യാറില്ല. അതിനെ ഉപദ്രവിക്കുകയാണെങ്കിൽ മാത്രമേ അത് നമ്മളെ അറ്റാക്ക് ചെയ്യാറുള്ളൂ. അങ്ങനെ പാമ്പിനെ കാണുകയാണെങ്കിൽ ഈ വളണ്ടിയേഴ്സിന്റെ നമ്പർ സർപ്പ ഗ്രൂപ്പിലുണ്ട്. ആ ഗ്രൂപ്പിൽ ഡൗൺ ചെയ്താൽ എല്ലാ വിവരങ്ങളും കിട്ടും. കനത്ത ചൂട് താങ്ങാൻ കഴിയാതെ തണുപ്പ് തേടി ഇവ ഇപ്പോൾ വ്യാപകമായി പുറത്തു വരികയാണ്. ഭാര്യയും മക്കളോടൊപ്പം നഗരിപ്പുറത്താണ് താമസം. പാമ്പിനെ കണ്ടാൽ വിളിച്ചാൽ വിജയന്റെ സേവനം ലഭ്യമാകും. 8086162037. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കടലിലെ അത്ഭുത ജീവി എന്നറിയപ്പെടുന്ന കടൽ കുതിരയെ കയ്പമംഗലം വഞ്ചിപ്പുര കടപ്പുറത്ത് നിന്ന് കണ്ടെത്തി. സമുദ്രത്തിലെ ചൂടുള്ള പ്രദേശങ്ങളിലാണ് കടൽ കുതിരയെ കാണാറുള്ളതെന്ന് പറയപ്പെടുന്നു. ഉടൻ തന്നെ ഒഴിഞ്ഞ കുപ്പിയിൽ വെള്ളം നിറച്ച് കടൽ കുതിരയെ സംരക്ഷിക്കുകയും വന്യജീവി സംരക്ഷകനായ പെരിഞ്ഞനം സ്വദേശി ശ്രീജിത്ത് ഗംഗാധരനെത്തി ആറാട്ടുകടവിൽ കടൽ കുതിരയെ ഒഴുക്കിവിടുകയും ചെയ്തു. സമുദ്രത്തിലെ ചൂടുള്ള പ്രദേശങ്ങളിലാണ് കടൽ കുതിരയെ കാണാറുള്ളതെന്ന് പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദാഹജല വിതരണം ആരംഭിച്ചു. ഒറ്റപ്പാലം PNB ബാങ്കിന് മുന്നിലാണ് ദാഹജല വിതരണം നടത്തുന്നത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കച്ചവട തൊഴിലാളി യൂണിയൻ CITU കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വേനൽക്കാലത്ത് ദാഹജല കേന്ദ്രം
തീരുമാനം എന്നാൽ ഇത്തവണ കേരളത്തെ സംബന്ധിച്ച് പരിഗണിച്ചാൽ കടുത്ത വേനലാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള വരൾച്ചയും മറ്റ് കെടുതികളെല്ലാം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ വരൾച്ചയുടെ ഭാഗമായിട്ടും വേനലിൻ്റെ ഭാഗമായിട്ടും ജനങ്ങളെ പ്രവർത്തനങ്ങൾ പാർട്ടിയും മതബോധന സംഘടനകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ വിദ്യാർത്ഥികളും എല്ലാം തന്നെ MIA റസാഖ് അധ്യക്ഷത വഹിച്ചു. KR വിജയൻ, KV സന്തോഷ്, APM റഷീദ്, K അബൂട്ടി, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. കഞ്ചിക്കോട് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പണികഴിപ്പിച്ച മഹാത്മാജിയുടെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനം മെയ് 1 നടക്കും. 4 അടി ഉയരത്തിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പൂർവ്വ വിദ്യാർത്ഥി ചെയർമാൻ PK പ്രതീഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുതുശ്ശേരി പഞ്ചായത്തിൽ ഗാന്ധിയുടെ പ്രതിമ ഇല്ലാത്തതിലാണ് സ്കൂളിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 1 ലക്ഷം രൂപയോളം ചെലവിൽ നിർമ്മിച്ച പ്രതിമയുടെ ശില്പി സ്കൂൾ ചിത്രകലാ അധ്യാപകനായ സജിത് സുഹൃതനാണ്. ഗ്രാനൈറ്റ് പീഠത്തിൽ സ്ഥാപിക്കുന്ന പ്രതിമ വരും തലമുറയ്ക്ക് പ്രചോദനമാകുമെന്ന ഉദ്ദേശത്തോടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അന്നേ ദിവസം പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമവും കലാപരിപാടികളും നടക്കുമെന്നും PK പ്രതീഷ് കുമാർ പറഞ്ഞു. 2024 വീണ്ടും ഒരു സംഭവം നടത്തി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരന്മാർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു സ്കൂളിലേക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഒരു അർദ്ധകായ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അത് 2 വർഷക്കാലമായി ഞങ്ങൾ ഇതിൻ്റെ പിന്നിലാണ്. ഇപ്പോൾ ഏകദേശം പ്രതിമയുടെ പണി പൂർത്തിയായി. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. കൺവീനർ B അനന്തകൃഷ്ണൻ, A ഹരിദാസ്, ശിവദാസൻ, P ബാലകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ധ്വജ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച ശുദ്ധിക്രിയകളും താന്ത്രിക ചടങ്ങുകളും നടന്നു. കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുരാതനമായ ധ്വജത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കാണ് ചൊവ്വാഴ്ച മുതൽ ആരംഭം കുറിച്ചിരിക്കുന്നത്. രാവിലെ ധ്വജത്തിന് സമീപം ശുദ്ധിക്രിയകളും വാഹനബിംബം ഉദ്ദാസനയും സംഹാര തത്വഹോമവും മറ്റു താന്ത്രിക ചടങ്ങുകളും നടന്നിരുന്നു. തന്ത്രി കല്ലൂർമന ദേവദാസ നമ്പൂരിപ്പാന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു താന്ത്രിക ചടങ്ങുകൾ നടന്നത്. മഹായജ്ഞത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി ഭക്തജനങ്ങളും സന്നിധരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പഞ്ചാരിമേളം, നാരായണീയ പാരായണം, അന്നദാനം തുടങ്ങിയവ നടന്നു. കുളപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 19ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം ചൊവ്വാഴ്ച ഭക്തി ആദരപൂർവ്വം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നിരുന്നു. മഹാഗണപതി ഹോമം, പ്രതിഷ്ഠാദിന വിശേഷാൽ പൂജകൾ, നവകം, കളഭാഭിഷേകം, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകളാണ് നടന്നത്. തുടർന്ന് തൃത്താല ശ്രീനി പൊതുവാൾ നയിച്ച പഞ്ചാരിമേളവും അരങ്ങേറി. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ നാരായണീയ ഗ്രൂപ്പുകളുടെ നാരായണീയ പാരായണവും ഉണ്ടായി. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. വൈകിട്ട് ദീപാലങ്കാരം, ദീപാരാധന, അത്താഴപൂജ, വായ്പാട്ട് എന്നിവയുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റുലി. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളെയും പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ഇന്ന് ആക്ഷൻ കൗൺസിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പ്രമുഖ രാഷ്ട്രീയ സംഘടനകളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയോ പിന്തുണ ഇല്ല എന്നതുകൊണ്ട് ഹർത്താൽ പാലക്കാട് ജില്ലയിൽ എവിടെയും കാര്യമായി ബാധിച്ചിട്ടില്ല. ഈ ഹർത്താൽ തിരഞ്ഞെടുപ്പിന് മുൻപായിരുന്നുവെങ്കിൽ ഇത്തരമൊരു സാഹചര്യമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്തായിരിക്കുമായിരുന്നു? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ നിതിൻ രാജ് എന്ന ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. ശരിക്കുമെന്ന് പറഞ്ഞാൽ അത് വിലയിരുത്തപ്പെടേണ്ടത് കൊലപാതകം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ചുറ്റുപാടിൽ
എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞ 9-ാം തീയതി കഴിഞ്ഞിട്ടോ ഏപ്രിൽ 9-ാം തീയതി കഴിഞ്ഞതിന് ശേഷം വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്ന സന്നദ്ധ സംഘടനകൾക്കൊന്നും താല്പര്യമില്ലാത്തൊരു വിഷയമായി മാറിയിട്ടാണ് നമ്മുടെ ഇടയിലുള്ള ചില വ്യക്തികൾ, ചില കാഴ്ചപ്പാടുള്ളവർ അവരുടെ പ്രതിഷേധം ഇത്തരത്തിലൊരു ഹർത്താലായി ആഹ്വാനം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഹർത്താൽ നടക്കുന്നത്. ഇതൊരു പക്ഷേ ഏപ്രിൽ 9-ന് മുന്നേ ആയിരുന്നെങ്കിൽ ഇതൊരു വലിയ സംഭവമായി ഏറ്റെടുത്തുകൊണ്ട് അത് വോട്ട് ബാങ്കാക്കി മാറ്റുന്നൊരു പ്രവർത്തനത്തിലേക്ക് പോയിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഇതിൻ്റെ ഏറ്റവും അധികം ബുദ്ധിമുട്ട് കാണുന്ന പാലക്കാട് ജില്ലയിൽ പോലും നമുക്ക് കാണാൻ കഴിയും ഒരു തരത്തിലുള്ള ഹർത്താലിൻ്റെ യാതൊരു രൂപവും കാണുന്നില്ല. ശരിക്കെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇതിനെതിരെ പ്രതിഷേധിച്ചവർക്ക് സങ്കടകരമായൊരു ദിവസമായി മാറുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, തങ്ങളുടെ പ്രതിഷേധം എവിടെയും എത്തിയില്ലല്ലോ എന്നുള്ളത്, എല്ലാം വോട്ടിലേക്ക് ഒതുങ്ങുന്ന തരത്തിൽ സമൂഹം ചിന്തിക്കുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. ഇവിടെ പ്രസക്തമായൊരു ചോദ്യം ഇക്കാര്യത്തിലൊരു ഹർത്താലിൻ്റെ ആവശ്യം നിലവിലെ സാഹചര്യത്തിലുണ്ടോ എന്നുള്ളതാണ്. കാരണം ഓൺലൈൻ ലോണിൻ്റെ ആളുകളായാൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കോളേജ് അധികൃതരുടെ ഭാഗത്ത് ഇങ്ങനെ ജാതി അധിക്ഷേപമാണെങ്കിൽ അതിനെതിരെയുള്ള അന്വേഷണം നടന്നു. ഒരാൾ ഒളിവിലാണ്, മറ്റേ കോടതി അനുമതിയോടുകൂടി പോലീസ് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിയമപരമായ നടപടികൾക്ക് അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഒരു സമരം എന്നുള്ള ചോദ്യം മുളച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ നടത്തില്ല. എനിക്ക് തോന്നിയത് രാഷ്ട്രീയ പാർട്ടികൾ മുമ്പൊക്കെ നിരന്തരം ഹർത്താലുകൾ നടത്തിയിരുന്നു. പക്ഷേ വ്യാപകമായി വിമർശനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കേണ്ടി വന്നു. ജനങ്ങൾ തന്നെ പല താഴെത്തട്ട് ജോലിക്ക് ദിവസക്കൂലിക്ക് പോകുന്നവർ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ആശുപത്രി രോഗികളൊക്കെ തന്നെ ഇതിൻ്റെ പേരിൽ അനുഭവിച്ചിട്ടുള്ള വേദനകളും ഒക്കെ ആലോചിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നിരവധി വിമർശനം നേരിട്ടാണ് പല രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താലിനൊരു പരിധിവരെ വേണ്ടെന്നുള്ള ചിന്തയിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഒരു അത്രയും ഭീകരമായൊരു വിഷയം, ഒരു മരണം വേദനാജനകമാണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ നിയമപരമായി എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആരെ ഓർമ്മിപ്പിക്കാനാണ് ഈ ഹർത്താൽ നടത്തുന്നതെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ടാവാം രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഹർത്താലിൽ ഹർത്താൽ അനുകൂലികൾ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ബസ് തടഞ്ഞു. പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും നിതിൻ രാജിന്റെ മരണം കൊലപാതകമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഹർത്താൽ അനുകൂലികൾ. കൊടുങ്ങല്ലൂരിൽ ഹർത്താലിനെ അനുകൂലിച്ച് പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ ശവപ്പെട്ടി വഹിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക വിലാപയാത്ര. ഉഷ്ണതരംഗവും ഇഴജന്തുക്കളുടെ ശല്യവും പൊതുജനം അതീവ ജാഗ്രത പാലിക്കണമെന്ന് പാലക്കാട് DMO TV റോഷ്. അടിയന്തര ഘട്ടങ്ങളിലെ എല്ലാ പരിപാലനത്തിനും സർക്കാർ ആശുപത്രികളിൽ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും റോഷ്. സൂര്യാഘാതത്തെക്കുറിച്ചും ഇഴജന്തുക്കളുടെ ശല്യത്തെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടെന്നും DMO. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അതിരുകടന്ന പദപ്രയോഗങ്ങൾ. കയ്യാങ്കളിയുടെ വക്കോളമെത്തി. അജണ്ടയ്ക്ക് മുൻപേ ചോദ്യങ്ങൾക്ക് അവസരം വേണമെന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയുടെ വക്കിലെത്തിയത്. തൊഴിലാളികളെ അടിമകളാക്കുന്ന നയത്തിനെതിരെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും തീർക്കുന്ന തരത്തിൽ മെയ് 1-ന് സാർവദേശീയ തൊഴിൽ ദിനം ആചരിക്കുമെന്ന് CITU ജില്ലാ സെക്രട്ടറി M. ഹംസ. ജോലി സമയം 8 മണിക്കൂറാക്കുക, അധിക ജോലിക്ക് അധിക വേതനം അനുവദിക്കുക എന്ന ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും M. ഹംസ. രാജ്യത്തെ തൊഴിലാളികളെ അടിമകൾ ആക്കുകയാണെന്നും കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് തൊഴിൽ മേഖലയിൽ അശാസ്ത്രീയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതായും CITU ജില്ലാ സെക്രട്ടറി. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഇടതുഭരണം മൂന്നാമതും കേരളത്തിൽ തുടരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് NCPS സംസ്ഥാന പ്രസിഡന്റ് തോമസ് K. തോമസ് MLA. 2021 ലഭിച്ച ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഭരിക്കാൻ ആവശ്യമായ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും തോമസ് K. തോമസ്. NCPS പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം പാലക്കാട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടം. ശരീരഭാഗങ്ങൾ DNA പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ സമ്മതപ്രകാരം നൽകാൻ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് ശരീരഭാഗങ്ങൾ ലഭിച്ചവരുടെ ബന്ധുക്കളുമായി തൃശൂർ ജില്ലാ കളക്ടർ മീറ്റിംഗ് നടത്തി വിവരങ്ങൾ ബന്ധുക്കളെ നേരിട്ട് ബോധ്യപ്പെടുത്തി. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സ്ത്രീകൾക്കു നേരെ നിരന്തരം ലൈംഗികാക്രമണം കാണിക്കുന്ന ആളെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ഷൊർണൂർ മുണ്ടകോട്ടുകുറിശി ഉറവിങ്ങിൽ വീട്ടിൽ 43 വയസ്സുള്ള സുനീർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.